ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ട് റിവീലിംഗ് ആണ്. കൂടാതെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അതിൻ്റെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ കടയിൽ കയറി വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഒരു കുഞ്ഞു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും വെക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് അതിനകത്തേക്ക് ചിക്കൻ ക്യൂബും കറുവപ്പട്ട ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് അതിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. 4 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അരി നേരത്തെ തന്നെ കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടാണ്. ഇപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇത് ചിക്കൻ കറിക്കുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, പിന്നെ ഇത് റൈസിനുള്ള ക്യാപ്സിക്കം എല്ലാം ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 3 മുട്ട അതിനകത്തിട്ട് കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയാണ് സാധനങ്ങൾ. നമുക്ക് പെട്ടെന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സവാള നന്നായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ്, ബീൻസ് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ചോറ് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വേവിക്കേണ്ട, ഒരു 75% ആകുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാവുന്നതാണ്. വേവിച്ച പച്ചക്കറികളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്ന ബീൻസും ഗ്രീൻ പീസും പച്ചമുളകും എല്ലാം കൂടെ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചോറ് വെന്തു. ചോറൊരു 75% ആകുമ്പം ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മുട്ടയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. ആ ചിക്കൻ ക്യൂബിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം മുട്ടയ്ക്കകത്ത് 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തിട്ട് കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ റൈസിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ക്രാമ്പിൾഡ് എഗ്സും ആയി. ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കുന്നതിലേക്ക് കടക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കൂടെ കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി. ഇത്രയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 2 തക്കാളി അരിഞ്ഞതും കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്യാം. കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മസാല എല്ലായിടത്തും പിടിച്ച്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവിക്ക് വേണ്ടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ശരിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ പാകമാക്കി വെച്ചേക്കുന്ന റൈസിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും
ഫ്രൈഡ് റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു. നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോ ഉണ്ട് കേട്ടോ, അതുകൂടെ കണ്ടിട്ടേ പോകാവുള്ളൂ. ഹായ് ഗൈസ്, ഇന്ന് നമ്മുടെ ഗീവ് അവേയുടെ നറുക്കെടുപ്പാണ്. ജനുവരി 30. അപ്പോൾ നമ്മൾക്ക് റെസ്പോണ്ട് ചെയ്തത് ആകെ 32 പേരാണ്. അതിൽ നിന്ന് 3 പേരെയാണ് നമ്മളിന്ന് നറുക്കെടുപ്പിലൂടെ വിജയിയായിട്ട് കണ്ടെത്തുന്നത്. അത് ആരാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ ഫ്രണ്ട്സാണ് നറുക്കെടുക്കുന്നത്. 3 പേര് നിങ്ങൾക്ക് ഫെമിലിയർ ആണ് കണ്ട്, പക്ഷെ പേരറിയത്തില്ലെന്നേ കാണത്തുള്ളൂ. കൊച്ചു, സി ചേച്ചി, പിന്നെ മഞ്ജു. അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ആദ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ കൊച്ചുറാണി. കൊച്ചു എന്ന് വിളിക്കും. പിന്നെ സിജിമോള്. സിജിമോളെ ഹായ്. മഞ്ജു ഹായ്. വീഡിയോ എടുക്കുന്നത് സിജിമോളെ കണ്ണടച്ചിട്ട് ഇതീന്ന് ഒരെണ്ണം എടുത്തേ. ഇതെന്തിയടി? ഞാൻ നോക്കട്ടെ. 1ാം സമ്മാനം ആർക്കാണോ? എനിക്കായിരിക്കണേ. സിജിയുടെ തന്നെയാണ് കേട്ടോ. സിജി കൊല്ല. ഇനി മഞ്ജു ഇവിടെ വന്നിക്കേ. അടുത്ത എടുക്കുന്ന മഞ്ജു ആണ്. അപ്പൊ മഞ്ജു കണ്ണടിച്ചോ, എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്തോ. വായിച്ചേ. ഏതിലും ഒരെണ്ണം എടുത്തോ. ഒരെണ്ണം ഇതിനകത്ത് ഇട്. അടുത്ത കൊച്ചുറാണി എന്നെടുത്ത് കണ്ണടിച്ചിട്ടെടുത്തോ. ഞാൻ കൊടുക്കേണ്ടി വരും ഒരെണ്ണം. ശരത് അടൂര്. ഗിവ് അവേയിലെ 3 വിന്നേഴ്സിനും 2000 രൂപ വീതം സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.